ഒരു കുട്ടിക്കൊമ്പനുണ്ട് കേട്ടോ അതില്. കുഞ്ഞ് വളരെ ചെറുത്. മാൻ കൂട്ടമാണ് കാണുന്നത്. എന്തോരം ഇവിടെയാണ് മുത്തങ്ങ വസ്തു, ഇവിടെയാണ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ലേ? വെടിവെപ്പ് നടന്ന സ്ഥലമാണ് ഈ കാണുന്നത്. മനുഷ്യന് മാഞ്ചാതി ഇല്ലാത്ത രാജ്യത്തേക്കാണ് സനീഷ കൊണ്ടുപോകണം. എന്താണ് ഉദ്ദേശം സനീഷ? മുട്ട ഒഴിച്ച കറിയാണ്. അപ്പൊ അത് സിമ്പിളാണ് പരിപാടി. ഇതിങ്ങനെ കാട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇതിന് കാട് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു പ്ലാന്റേഷൻ അല്ലേ, തേക്ക് പ്ലാന്റേഷൻ. അതിനപ്പുറത്താണ് കാട് ശരിക്കും അല്ലേ? ഏതോ സ്ഥലം മുത്തങ്ങയാണല്ലോ ഇത്. ഓക്കെ, മുത്തങ്ങ വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്. ഇതിനുള്ളിലൂടെ പോയി കഴിഞ്ഞാൽ ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട്. മുത്തങ്ങ വസ്തു, ഇവിടെയാണ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ലേ? വെടിവെപ്പ് നടന്ന സ്ഥലമാണ് ഈ കാണുന്നത്. മയിലും മാനും എല്ലാം ഉണ്ട്. ഇവിടെ നിർത്താൻ പാടില്ല. മാൻ കൂട്ടമാണ് കാണുന്നത്. എന്തോരം. ഇനി കംപ്ലീറ്റ് കർണാടകയുടെ വനങ്ങളാണ് മൊത്തം. ആന ഇതല്ലേ ലക്ക്. ഓക്കെ, മൂലഹോളെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ഗുണ്ടൽപേട്ടിലോട്ട് പോകേണ്ടത്. നിങ്ങളൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാകും. എന്നാലും ഇത് എന്റെ വക. പേടിക്കണ്ടട്ടാ പൈസല്ലേ, ഒന്നും ചെയ്യാൻ. ബേജാറേനു പേട. ഒരു കുട്ടിക്കൊമ്പനുണ്ട് കേട്ടോ അതില്. കുഞ്ഞ് വളരെ ചെറുത്. ലൈനിന് വേണ്ടി കത്തിച്ചിട്ടുള്ളതാണ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും സിഗരറ്റ് ഒക്കെ വലിച്ചിട്ടിട്ട് കാടിന് തീ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കത്തിച്ചു വെച്ചിട്ടുള്ളതാണ്. സിംഹവാലൻ ഓടി പോകുന്നു. അങ്ങനെ കാട് കഴിഞ്ഞു കേട്ടോ. കാട് കഴിഞ്ഞ് നമ്മള് വീടുകളിലുള്ളടത്തേക്ക് വന്നു. വ്യത്യസ്തമായ സൂര്യകാന്തി പാടങ്ങളാണ് ഈ കാണുന്നത്. നാളെ ഫുള്ള് കാണിച്ചു തരാം. ഇന്നിങ്ങനെ ഉണ്ടാകുന്നത്. ചായ കുടിക്കാനായിട്ട് ഞങ്ങള് ഒരു ഗുണ്ടൽപേട്ടില് റോഡ് സൈഡിൽ നിർത്തിയേക്കാണ്. അങ്ങനെ രണ്ടാമത്തെ ചായ കത്തിക്കൽ. ഉണ്ടംപരി കാപ്പിയേ ഉണ്ടംപരിയേ. പോകുന്നത് ഗർഹനഹള്ളി അല്ലേ? ഇവിടുന്ന് എന്തോരമുണ്ട്? 12 കിലോ. എല്ലാ ലോറികളും ഗുണ്ടൽപേട്ടില് ഇടുന്ന സ്ഥലം. ടോളിനടുത്തായിട്ടാണ്. കുറച്ചുകൂടി പോയാൽ ടോളായി. ഓരോ ബോർഡുകളാണ്. ഇത് എന്തിനുള്ള ബോർഡുകളാണ് അല്ലേ? ആ ടൗണിലോട്ട് പോയിട്ട് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം നമ്മുടെ ഷെഡിലോട്ട് പോകാനായിട്ട്. എന്റെ ഗുണ്ടൽപേട്ട് ടൗൺ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇവിടെ കംപ്ലീറ്റ് കന്നഡ. ഹോട്ടൽ ഉദ്യം ഭവൻ, ഇതാണ് അത്ര ഇവിടുത്തെ ഏറ്റവും നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. നമ്മൾ പോകുന്നത് സാൻവി സൂപ്പർ മാർക്കറ്റ്. ചപ്പാത്തി അല്ല, ചപ്പാത്തി. ಕೊಡ್ತೀನಿ ಗುರು. 1 ಕಿಲೋ ಕೊಡಿ. ಥ್ಯಾಂಕ್ ಯು. ನಿಮ್ಮ ಹೆಸರೇನು? ಬಂಗಾರ. ನಿಮ್ಮ ಫ್ಯಾಮಿಲಿಯಾ? ಅಮ್ಮ. പേരെന്ന? ചനദമ്മ. കംപ്ലീറ്റ് പാടങ്ങളാണ് തോന്നുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകള്. പാടങ്ങളാണോ എന്താണോ എന്നുള്ളത് രാവിലെ അറിയാം. പോയി അതിന്റെ പിന്നിൽ കയറിയ. അപ്പൊ അവരെ പിന്നാലെ പോണം നമ്മളില്ലേ? ഇവിടെ മൊത്തം ഗോശാലകളും അതും ഇതൊക്കെയാണ്. ഇഷ്ടംപോലെ പശുക്കള്. പശു വളർത്തൽ ഗ്രാമത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആഹാ, നല്ല വളമാണല്ലോ മോന്. ഏത് ഗുദാമിൽക്കാണ് ഈ പോകുന്നത് എന്നുള്ളത് നാളെ അറിയാൻ പറ്റുള്ളൂ. മനുഷ്യന് മാഞ്ചാതി ഇല്ലാത്ത രാജ്യത്തേക്കാണ് സനീഷ കൊണ്ടുപോകണം. എന്താണ് ഉദ്ദേശം സനീഷ? ഇത് പോകും. ഇവിടെ മാദേവപ്പ, ഗുജ്ജപ്പ, രാജപ്പ. ചേട്ടന്റെ പേര് അച്യുതൻ ബാലകൃഷ്ണൻ. ഇവരുടെ ഫാമിലൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ മൊത്തം ഫാമുകളാണ്. നമ്മൾക്ക് നാളെ രാവിലെ കാണാം. ഞങ്ങൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്.
ഞാൻ വെച്ച് കഴിഞ്ഞാൽ അത്ര രുചി ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ന് വെച്ചാലേ ഞങ്ങളിവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ താമസിക്കാൻ, ഇവിടെ റെസ്റ്റിക് ആംബിയൻസിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ നമ്മുടെ ആൾക്കാരാണ്. ഇതെന്താ ഞാനീ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഈ നേരം കൊണ്ട് ഞങ്ങൾ 7 ആളിന്റെ 14 മുട്ടയാണ് പറഞ്ഞത്. പക്ഷെ 2 നേരത്തിന് ഇപ്പൊ സനീഷിന് ഒറ്റക്ക് ഒരു നേരത്തിന് 14 ഇടുന്നാണ് പറയുന്നത്. അതുകൊണ്ട് 14 എണ്ണം ഉടച്ചൊഴിച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ മുട്ട. അപ്പൊ ഇനി സ്റ്റൗ കത്തിച്ചോ. ഉള്ളിയൊന്നൊരു ഇതായതിനു ശേഷം സത്യം പറയുന്നതൊന്നും ഞാന് സോഷ്യൽ മീഡിയക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി എടുക്കണല്ലോ കേട്ടോ. ഐ ലൈക്ക് ദിസ് വെരി മച്ച്. അതിന് ഇതട്ടോ അസിസ്റ്റന്റ് അപ്രന്റീസ് ട്രെയിനിങ്. ശരിക്കും ഇതാണ് കുക്ക്, ഞാൻ അപ്രന്റീസ്. മഞ്ഞപ്പൊടി ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. മുട്ട ഒഴിച്ച കറിയാണ്. അപ്പൊ അത് സിമ്പിളാണ് പരിപാടി. ഇതിങ്ങനെ 1 2 3 14ാമത്തെ മുട്ടയിട്ട്. ഇനി എന്റെ ടാസ്ക് എന്താണെന്ന് അറിയാമോ? ഈ ചെറിയ പാത്രത്തിൽ, ആ വലിയ പാത്രത്തിൽ എടുക്കണമായിരുന്നു. കാരണം ഈ ചെറിയ പാത്രത്തിൽ ഉണ്ണി പൊട്ടാതെ അടി പിടിക്കാതെ ഇളക്കി എടുക്കണം. ഇതൊക്കെ ഓക്കെ. തീ കറക്റ്റാണ്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തു നോക്കുന്നില്ല. എന്റെ ഗിനിപ്പിക്കുകളാണ് എന്റെ ചുറ്റും, അവര് ടേസ്റ്റ് ചെയ്തോളൂ. എന്റെ സംഗതി ഉണ്ണി വെന്തിട്ട് കഴിഞ്ഞാൽ കറി റെഡിയാണ്. ഉണക്കമുളക് നമുക്ക് അത്ര സേഫ് അല്ല ആക്ച്വലി. കുരുമുളക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കുരുമുളകാണ് നല്ലത്. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ഇത് ഇതായി പോകും. അപ്പോൾ കഴിക്കുന്നവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം അതിനത് ആദ്യം 14 എണ്ണം ഇടണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ വലിയ ഇതിൽ വെച്ചാണ്. ഇപ്പോൾ ഒക്കെ ഉടഞ്ഞ് ഇതായി. പക്ഷെ രസമാണ് സംഗതി. അപ്പോൾ കറി റെഡിയാണ് കേട്ടോ ഓൾറെഡി. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ കറി റെഡി. ഞാൻ താഴെ തന്നെ വെക്കുന്നുള്ളൂ, കാരണം മൂടാൻ ആള് വന്നപ്പോ തന്നെ. അങ്ങനെ ചിക്കൻ കറിയും റെഡിയാക്കി ഞാൻ. ചിക്കൻ കാണിച്ചോളൂ. ഇതാണ് ചിക്കൻ. ഓക്കെ. ചപ്പാത്തി കിരൺ, അസിസ്റ്റന്റ് ഷെഫ് കിരൺ. അടുത്തത് എടുത്ത് തരൂ. സവാള വേഗം താ. ഇവർക്ക് ഞാൻ 5 സ്റ്റാർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. കുറച്ച് മസാല ഇവർക്ക് ഇനി എൻ്റെ സ്റ്റൈല് പിടിക്കൂലെങ്കിൽ കുറച്ച് മിക്സ് മസാല ഇടുന്നുണ്ട്. ഇനി കുറച്ച് പെപ്പർ പൗഡർ, എരിവിന് പെപ്പർ പൗഡർ. പരിപാടി കഴിഞ്ഞു. അധികം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലും മസാല ഇട്ട് നശിപ്പിക്കരുത്. വെറും പെപ്പർ പൗഡർ ഉപയോഗിക്കാൻ പാടുള്ളൂ. വെളിച്ചെണ്ണയോ? വെളിച്ചെണ്ണ പോരാ. ഇത് വെളിച്ചെണ്ണയിൽ ശരിക്കും കുളിക്കണം. ഇനി ഇത് കഴിക്കാനുണ്ടല്ലോ. കഴിക്കാതിരിക്കുക എന്തോ ഉണ്ടായിക്കോട്ടെ, എനിക്ക് വിശന്നിട്ട് ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഒക്കെ ഓരോ പറമ്പിൽ അവിടെ ഇവിടെ കയറ്റി നടക്കണം. അപ്പോൾ ഫുഡ് കഴിക്കൽ, ഫാം കാര്യങ്ങളൊക്കെ രാവിലെ കാണിച്ചു തരാം.